ഈരേഴ നോർത്ത് LPS, ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ വായനാ വാരാചരണവും തിരക്കഥാ ശില്പശാലയും സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് KK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈരേഴ നോർത്ത് LPS, ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ സംയുക്തമായി വായനാ വാരാചരണവും തിരക്കഥാ ശില്പശാലയും സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് KK സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു എഴുത്തുകാരനാണ് എഴുതുന്നത്, കഥാകൃത്ത്. ഈ കഥാകൃത്തിൽ കഥയുണ്ടാക്കുന്നു. പിന്നെ അതൊരു കഥ ഉണ്ടാക്കുന്ന സിനിമയാവണമെന്നില്ല, അത് സിനിമയ്ക്ക് പറ്റിയ ഒരു രൂപത്തിലാക്കിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഒരു തിരക്കഥ എഴുതുന്നത്. തിരക്കഥ എന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥ, എത്രയോ രംഗങ്ങൾ, എത്ര പേര് കഥാപാത്രം സംസാരിക്കുന്നു, അങ്ങനെ ഒരു എഴുതി ഉണ്ടാക്കുന്ന രൂപത്തിലാണ് തിരക്കഥ എന്ന് പറയുന്നത്. ഞാൻ പൊതുവായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. വളരെ ഗഹനമായിട്ട് ഈ തിരക്കഥയെക്കുറിച്ച് സംസാരിക്കാനും പഠിപ്പിക്കാനുമാണ് നമ്മുടെ മധ്യവർഗ സാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പോകുന്നില്ല. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മധുസാറ് സാധാരണ വ്യക്തിയല്ല, അടിമുടി സിനിമയാണ്. അദ്ദേഹം സിനിമ രചിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുന്ന, സാധാരണ സിനിമയല്ല, ലോക സിനിമയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം സിനിമാ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ഈ ഫെസ്റ്റിവലിലൊക്കെ സ്ഥിരം പതിവായിട്ട് അതിഥിയായിട്ട് ജൂറി എന്ന് പറഞ്ഞാൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന കുറേ ജഡ്ജസിൽ ഒരാളായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. ധാരാളം. മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയെക്കുറിച്ച് അടുത്ത് അറിഞ്ഞ് പരീക്ഷയുള്ള ഒരാളാണ് നമുക്കിന്ന് ഈ ശില്പശാല നടത്താൻ വേണ്ടി. ഒരു മഹാഭാഗ്യമാണ്. അദ്ദേഹം സാധാരണയായിട്ട് സർവകലാശാലകളിലാണ് ഈ സിനിമ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഇന്ന് നിങ്ങളൊരു ഭാഗ്യമാണ്. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം സിനിമയെക്കുറിച്ച്, തിരക്കഥയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിപ്പിക്കാൻ പോവാണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ സിനിമയെക്കുറിച്ചുള്ള ഒരു സങ്കല്പയും മാറിപ്പോകും. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഡോക്ടർ മധു ഇറവങ്കര മുഖ്യപ്രഭാഷണം നടത്തി. പോരാട്ട സാധ്യത സാധാരണ എല്ലാ മാസവും ഓരോ വിപുലമായ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങൾ ഈ ജൂൺ മാസത്തെ പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എല്ലാവരും വായന, ഞങ്ങൾ സാധാരണ മറ്റ് സംഘടനകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇങ്ങനൊരു നിർദ്ദേശമുണ്ടായി, നമുക്ക് വായന ദിനാചരണമോ അല്ലെങ്കിൽ വാരാചരണമോ ഏതിലെങ്കിലും പങ്കെടുത്ത ഒരു പരിപാടി നടത്തണം. അപ്പം ഞങ്ങൾ കൂടുതൽ പേര് നിർദ്ദേശിച്ചത് വെറുതെ ഒരു പ്രസംഗം കൊണ്ട് ഈ വായനാ ദിനത്തെ സമ്പന്നമാക്കേണ്ട കാര്യമില്ല, വളരെ സർഗാത്മകമായ എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യാം. സ്കൂൾ മാനേജർ KP ശശികലാദേവി അധ്യക്ഷയായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഗിരിജ S സ്വാഗതം പറഞ്ഞു. ഓണാട്ടുകര സാഹിതി സെക്രട്ടറി ജോർജ് തലക്കര ആമുഖ പ്രഭാഷണം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ AR ഷീജ വായനാദിന സന്ദേശം നൽകി. ശശികുമാർ മാവേലിക്കര, ബിന്ദു R, രാജീവ് S, സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാട്ടുകര സാഹിതി കൺവീനർ ഷാജി കളിയച്ചൻ കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് തിരക്കഥ ശില്പശാല ഡോക്ടർ മധു ഇറവങ്കരയുടെ നേതൃത്വത്തിൽ നടന്നു. CDNet ന്യൂസ്, കായംകുളം.